ഹസ്തദാന വിവാദങ്ങൾക്കിടെ ഏഷ്യ കപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. രാത്രി 8 മണിക്ക് ദുബായിലാണ് മത്സരം. ഹസ്തദാന വിവാദത്തിൽ പാകിസ്ഥാൻ മാറ്റണമെന്നാവശ്യപ്പെട്ട മാച്ച് റഫറി ആൻഡ് പെക്രോഫ്റ്റ് ഇന്നത്തെ കളിയിലും തുടരും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ഇന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഈ ഒരു ഹസ്തദാന വിവാദങ്ങൾക്കിടെയാണ് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, അതുതന്നെയാണ്. ഹസ്തദാന വിവാദം അധികം കെട്ടടങ്ങിയിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും സൂപ്പർ 4 മത്സരത്തിൻ്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്ന് 8 മണിയോടുകൂടി ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഈ ഒരു സ്റ്റേഡിയത്തെ സംബന്ധിച്ച് സ്പിന്നിന് ഏറ്റവും അധികം സ്പിന്നിന് അനുകൂലമായൊരു പിച്ച് കൂടിയാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ആ ഒരു മത്സരം അവസാനിക്കുക, ആർക്കൊപ്പമായിരിക്കും ആ ഒരു മത്സരത്തിൻ്റെ വിജയം എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും കണ്ടറിയേണ്ടത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഈ ഒരു ഹസ്തദാന വിവാദം. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന് ശേഷം ഉണ്ടായ ഒരു വിവാദമാണ്. അതിനുശേഷം ആ ഒരു മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് ആയിരുന്നു ആ ഒരു മത്സരത്തിൻ്റെ റഫറി എന്ന് പറയുന്നത്. അപ്പോൾ ആ റഫറിയെ മാറ്റണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ ഹസ്തദാനം ചെയ്യാതെ പോയപ്പോൾ തന്നെ മാച്ച് റഫറി അത് തടയുന്ന പാകിസ്ഥാൻ വീണ്ടും ഹസ്തദാനത്തിനായി ചെന്നപ്പോൾ അത് വേണ്ട എന്നുള്ള തരത്തിൽ റഫറി മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഈ ഒരു മാച്ച് റഫറിയെ മാറ്റണമെന്നുള്ളൊരു ആവശ്യമൊക്കെ പാകിസ്ഥാൻ ഉയർത്തിയിരുന്നു. എന്നാൽ അതേ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് തന്നെയാണ് ഇന്നും മാച്ച് റഫറിയായി നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ മാച്ചിൻ്റെ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ 7 വിക്കറ്റ് തോൽവിയായിരുന്നു പാകിസ്ഥാൻ നേരിട്ടിരുന്നത്. അതിൻ്റെ ക്ഷീണം ഇനിയും പാകിസ്ഥാന് മാറിയിട്ടില്ല. ഒപ്പം തന്നെ ഈ ഒരു ഹസ്തദാന വിവാദവും കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സ്പിന്നിന് അനുകൂലമായൊരു പിച്ച് കൂടിയാണ് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കളി ഉണ്ടാവുക, എത്തരത്തിലായിരിക്കും ഇന്ത്യൻ സ്പിന്നർമാരുടെ ആ ഒരു ആവേശം എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഒരു മത്സരത്തിനെ സംബന്ധിച്ച് ബാറ്റിംഗ് നിരയിൽ വലിയ ആശങ്കകൾ ഒന്നുമില്ല. വലിയ തരത്തിലൊരു പരീക്ഷണങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള സാധ്യത ഒന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം നമ്മൾ കണ്ടു. ഒമാനെ വലിയ രീതിയിൽ കെട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഒമാൻ കടുത്ത രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടു. ചെറിയ 21 റൺസിൻ്റെ വിജയമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മത്സരങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ മത്സരങ്ങളിലൊന്നും ഇന്ത്യയുടെ ബാറ്റർമാർക്ക് പൂർണ്ണമായും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. കാരണം ചെറിയ സ്കോറുകളെ ചേസ് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരത്തിൽ എന്തായാലും ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അത് അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായത്. എന്നാൽ വലിയ രീതിയിൽ ബാറ്റിംഗ് പ്രകടനത്തിൽ ഉയരാനൊന്നും സാധിച്ചില്ല. ശുഭ്മാൻ ഗില്ലൊക്കെ, ആദ്യ ഓപ്പണറായ ശുഭ്മാൻ ഗില്ലൊക്കെ പെട്ടെന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടു. എന്നാലും സഞ്ജു സാംസന്റെ ഒരു പ്രകടനം ഒക്കെ തന്നെ കണ്ടു. സഞ്ജു സാംസൺ ആണ് ആ ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയൊക്കെ നേടിയിരുന്നത്. സഞ്ജു സാംസന്റെ ആയിരുന്നു ആ ഒരു ഉയർന്ന സ്കോർ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ എങ്ങനെയായിരിക്കും കളി നീങ്ങുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ മികച്ച നിര ബോളർമാരും ബാറ്റർമാരും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് പാകിസ്ഥാനൊക്കെ ഉണ്ടാവുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ 2020 മത്സരങ്ങൾ എടുത്താൽ 15 കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന 15 മത്സരങ്ങളിൽ ഏറ്റവും അവസാനം നടന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 15 മത്സരങ്ങളിൽ 12ഉം ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. 3 ജയം മാത്രമേ പാകിസ്ഥാനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജയത്തിൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആവേശത്തിനെയും ഒക്കെ തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് പിന്നാമ്പുറത്ത് ഈ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്കായി ഒരുങ്ങുന്നുണ്ട് ഈ ഒരു ICCയും BCCIയും ഒക്കെ എന്നുള്ളതൊക്കെയാണ്. ICC ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് സൂപ്പർ 4ൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആദ്യ സൂപ്പർ 4 മത്സരം നടന്നിരുന്നു. ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരം ഇന്നലെ നടന്നിരുന്നു. അതിൽ ബംഗ്ലാദേശിനൊപ്പമായിരുന്നു വിജയം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. ഇപ്പോൾ ഇന്നത്തെ ആ ഒരു മത്സരം മികച്ച രീതിയിൽ പാകിസ്ഥാനൊപ്പം ആയിരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം ആയിരിക്കുമോ? ഈ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് തന്നെ ആയതുകൊണ്ട് പാകിസ്ഥാൻ എത്തരത്തിലായിരിക്കും നിലപാട് സ്വീകരിക്കുക? അന്ന് പാകിസ്ഥാൻ UAE മത്സരത്തിൽ ചെയ്ത പോലെ ഒരു ചെറിയ കാലതാമസമൊക്കെ വരുത്തുമോ മാച്ച് തുടങ്ങാൻ എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടത്.
ഇപ്പോൾ പാകിസ്ഥാനും സ്പിന്നർമാർ നിരവധിയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ പലതും മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. തങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചതെല്ലാം ചിലപ്പോൾ മറന്നു പോകുന്നൊരു സാഹചര്യമൊക്കെ സാധാരണ പാകിസ്ഥാനൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് അതെല്ലാം വിട്ട് അവർ പൂർണ്ണ സജ്ജരായിട്ടായിരിക്കുമോ ഇറങ്ങുക? ഇന്ത്യക്ക് വലിയൊരു പ്രതിരോധം തീർക്കാൻ സാധിക്കുമോ? ഇന്ത്യക്ക് നേരെ കടുത്ത വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും കണ്ടറിയേണ്ടത്. ദീപ്തി. ശരി, ഹസ്തദാന വിവാദങ്ങൾക്കിടെ ഏഷ്യ കപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. രാത്രി 8 മണിക്ക് ദുബായിലാണ് മത്സരം. ഹസ്തദാന വിവാദത്തിൽ പാകിസ്ഥാൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് ഇന്നത്തെ കളിയിലും തുടരും. പ്രസാദ് കാളിദാസിനാണ് വിവരങ്ങൾ നൽകിയത്.